മുനമ്പം പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം നിയമസാധ്യതകൾ ചർച്ച ചെയ്യും. ഫറൂഖ് കോളേജിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ മാറ്റി. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ സജി ചെറിയാന് പാർട്ടിയുടെ പിന്തുണ. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേതൃത്വം. കേസിനെ നിയമപരമായി നേരിടാൻ നിർദ്ദേശം. ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് പി രാജീവ്. അമ്മു സജീവ് നിരന്തരം പീഡനം നേരിട്ടതായി കുടുംബം. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്ന് സഹോദരൻ. കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുന്നതായും ആക്ഷേപം. അറസ്റ്റിലായ സഹപാഠികളെ കോടതിയിൽ ഹാജരാക്കി. ബലാത്സംഗ പരാതിയിൽ നിന്ന് പിന്മാറിയ ആലുവയിലെ നടി. സർക്കാർ കൂടെ നിന്നില്ലെന്ന ആരോപണം. സത്യം തെളിയിക്കാൻ പോലീസ് തയ്യാറാകാത്തത് വിഷമിപ്പിച്ചു. ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാ കേസും എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരായ പരാതി പിൻവലിക്കും. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. നെഞ്ചിടിപ്പിൽ മുന്നണികൾ. വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ പൂർണ്ണം. മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഫലവും നാളെ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. ഓംചേരി NN പിള്ള അന്തരിച്ചു. അന്ത്യം ഡൽഹിയിൽ. മലയാളത്തിന്റെ സാംസ്കാരിക ചൈതന്യം ദേശീയ തലത്തിൽ പ്രസരിപ്പിച്ച എഴുത്തുകാരൻ. അനുശോചിച്ച് മുഖ്യമന്ത്രി. പെർത്ത് ടെസ്റ്റിൽ വിക്കറ്റ് മഴ. ഓസ്ട്രേലിയയും തകർന്നടിഞ്ഞു. എറിഞ്ഞിട്ട് ബുംറ. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്ത്.